ഞങ്ങൾ ടാർ മാർഗം ഈ ഗ്രാമത്തിലെത്തി. കാർ പാർക്കിൽ കാർ പാർക്ക് ചെയ്തു. അവിടുന്ന് നടന്നു. ഒരു പള്ളിയും ആ പള്ളിയുടെ സെമിത്തേരിയും കണ്ട് മുന്നോട്ട് നടന്ന കാഴ്ചകൾ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. കാണാത്തവർ അത് കാണണേ. അതിൻ്റെ തുടർച്ചയാണ് ഈ വീഡിയോ. ഇവിടെ ഒരു ജെട്ടിയിൽ ബോട്ട് അടക്കുന്നത് കണ്ടില്ലേ? ആ ബോട്ടിൻ്റെ ഭംഗി നമ്മുടെ നാട്ടിലെ ബോട്ടുകൾക്കുണ്ടോ? നമ്മുടെ നാട്ടിലെ പുതിയ ബോട്ടുകളാണ്. അന്നത്തും നമ്മുടെ ബോട്ടുകൾക്ക് ഇത്രയും ഭംഗിയില്ല. നമ്മുടെ മെട്രോ എന്ന് പറയുമ്പോൾ മെട്രോ ബോട്ടുകൾക്ക് പോലും ഇത്രയും ഭംഗിയില്ലെന്ന് പറയേണ്ടി വരുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. ഇവിടുത്തെ ബോട്ട് ജെട്ടികൾ എന്തോരം പഴക്കമുള്ള ജെട്ടികളാണ്. നമ്മുടെ എറണാകുളത്തെ ജെട്ടിയും ആലപ്പുഴത്തെ ജെട്ടികളും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കണം. എന്തോ ഒരു വൃത്തികേടാണ് അവിടുത്തെ ബോട്ട് ജെട്ടികൾ. ഇവിടുത്തെ ബോട്ട് ജെട്ടിയിൽ ശുദ്ധി അത് കാണണമെങ്കിൽ ഇവിടെ തന്നെ വരണം. ആകെയുള്ള അശുദ്ധി ഈ അരയന്നങ്ങൾ താറാവുകൾ തൂറിയിടുന്നത് മാത്രം. ഈ വഞ്ചി കണ്ടാൽ കൊതി വരും ഒന്ന് വഞ്ചിയിൽ കയറി തുഴയാൻ. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിലും വഞ്ചികൾ ഉണ്ടായിരുന്നു. ആ വഞ്ചികൾ തുഴഞ്ഞിട്ടുണ്ട് അമ്മയുടെ കണ്ണുകൾ വെട്ടിച്ച്. ഇന്നും തോടുകളുണ്ട്, പക്ഷേ നാട്ടിൽ പോകുന്നത് വളരെ കുറവ്. ഈ നാട്ടിൽ പോയാൽ തന്നെ വീട്ടിൽ വഞ്ചികളില്ല, എല്ലാം പൊളിച്ച് കളഞ്ഞെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. ഈ പുരാതന പട്ടണത്തിലെ കെട്ടിടങ്ങളും റോഡുകളും അന്നത്തെ കാലത്ത് തന്നെ എത്രയും ശാസ്ത്രീയമായിട്ടാണ് അവർ പണിതതെന്ന് കാണുമ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ സർക്കാരുകൾ പോലും ഇത്രയും നല്ല ഭംഗിയായി റോഡുകളും നമ്മുടെ പട്ടണങ്ങളും ആസൂത്രണം ചെയ്യാത്തതിൽ സങ്കടം വരും. എത്ര നടന്നാലും നടന്ന ക്ഷീണം അറിയുകയില്ല. കാലാവസ്ഥ അത്രയും അനുകൂലം. വല്ലപ്പോഴും ഒരു മഴ പെയ്യുന്നുണ്ട്. ആ മഴ ഒരു പ്രശ്നമല്ല. ആ മഴ ഒരു ആസ്വാദ്യകരമായ മഴയാണ്, ശല്യമല്ല. ഇവിടെ ഓരോ തടകളും കയറി ഇറങ്ങാം. എത്രയും ആകർഷണമായ തടകളാണ്. ഞാൻ ആ തടാകത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ആ തടാകത്തിൽ എല്ലായിടത്തും സൂക്ഷിച്ച് നോക്കി. ഒരു പ്ലാസ്റ്റിക് കടലാസ്, ഒരു പ്ലാസ്റ്റിക് കുപ്പി. ആ കടലാസും കുപ്പികളും നാട്ടുകാർ എറിയാത്തതുകൊണ്ട് അവിടെ കണ്ടില്ല. ഇതാ ഒരു സിനിമ തിയേറ്ററാണ്, റോയൽ തിയേറ്ററാണ് ഇപ്പോൾ കണ്ടത്. വളരെ പഴക്കമുള്ളതായിട്ടാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഇപ്പോഴും അവിടെ സിനിമ കളിക്കുന്നുണ്ട്. അവിടെ എറിയാത്തത് കൊണ്ടാണ് കാണാത്തത്, അല്ലാതെ അവിടുത്തെ കിളികളും പക്ഷികളും തിന്നു തീർത്തതല്ല. നമ്മുടെ നാട്ടിലും ഇപ്പോഴും തോട്ടിലേക്ക് പുഴയിലേക്ക് കുപ്പികളും പ്ലാസ്റ്റിക്കും എറിയാത്തവരുണ്ടോ? അതെന്തുകൊണ്ട് നിരോധിക്കാൻ കഴിയുന്നില്ല? ഭരണാധികാരികൾക്ക് ഇച്ഛാശക്തി ഇല്ല എന്നതാണ് സത്യം. ഇങ്ങനെ നടന്ന് നടന്ന് ക്ഷീണം വരുന്നതേയില്ല. ഇവിടെ എല്ലായിടത്തും ബാറുകളുമുണ്ട്, ഹോട്ടലുകളുമുണ്ട്, എല്ലാവിധ ഭക്ഷണങ്ങളും കിട്ടും. ഇതാ ഞങ്ങളൊരു പള്ളിയിലെത്തി. അതിമനോഹരമായ പള്ളിയാണ് ഉൾഭാഗം. പുറത്ത് വലിയ മോഡിഫിക്കേഷനൊന്നുമില്ല. പണ്ട് പണിതത് അതേപോലെ നിൽക്കുകയാണോ എന്നൊരു സംശയം തോന്നും. വൈറ്റ് വാഷ് ഒന്നും ചെയ്തതായിട്ട് തോന്നുന്നില്ല. പുറത്ത് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒരു പ്രത്യേകതയൂടെ ഉണ്ടായിരുന്നു. വിവാഹം നടക്കാൻ പോകുന്നു. അതിനുള്ള ഒരുക്കങ്ങൾ പുറത്ത് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ ഒരു കാറിന് വരൻ്റെ ആൾക്കാർ വരുന്നതും കണ്ടു. ആ കല്യാണം കാണാൻ ക്ഷണിക്കാത്തത് കൊണ്ട് മാത്രമല്ല, ഇവിടെ അങ്ങനെ ആരും നോക്കി നിൽക്കില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഈ പള്ളിയിൽ ശ്രദ്ധിച്ചോ, ഒരു രൂപം പോലും ഇല്ല. സംഭാവനയ്ക്ക് വേണ്ടി ഫ്രണ്ടിൽ തന്നെ ഒരു എഴുതി വെച്ചിട്ടുണ്ട്, ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം. അല്ലാണ്ട് എല്ലാ പുണ്യാളന്മാരുടെ മുമ്പിലും നേർച്ചപ്പെട്ടി വെച്ച് പിരിവ് നടത്തുന്ന പരിപാടി ഇവിടുത്തെ പള്ളികളില്ല. ഇവിടെ ക്രിസ്ത്യാനികളാണ് കുറഞ്ഞു വരികയാണ്. മതമില്ലാത്തവരാണ് ഇപ്പോൾ കൂടിക്കൂടി വരുന്നത്. അവർ 38%, ക്രിസ്ത്യാനികൾ 46%. കുറച്ച് കഴിയുമ്പോൾ മതമില്ലാത്തവർ ക്രിസ്ത്യാനികളെ ഓവർടേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്.
ഇനിയും എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ സ്നേഹിതന്മാരോടും പറഞ്ഞ് ഇത് കാണാൻ പ്രോത്സാഹിപ്പിക്കണം. എന്നാലേ എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാനാവും. എൻ്റെ പേര് ഷെല്ലി MF. എൻ്റെ ചാനലിൻ്റെ പേരും അത് തന്നെയാണ്. അങ്ങനെ വീണ്ടും ഞങ്ങൾ കാറിൽ കയറി ഇനി തിരിച്ചു പോകാനുള്ള പുറപ്പാടാണ്. കാറിൽ കയറിയിട്ടില്ല കേട്ടോ, കാറിൽ കയറാൻ പോകുന്ന വഴിയാണ്. വീണ്ടും പള്ളിയിലെ ചെമിത്തേരിയുടെ ഭാഗത്തെത്തി. അന്നേരം ഈ വഴിയിലൂടെ നടന്ന് ഈ വീഡിയോ ഞാൻ എടുത്തത്. ആദ്യം എടുത്ത വീഡിയോ അല്ല ഇത് പോരുന്ന വഴി എടുത്ത വീഡിയോ ആണ്. എൻ്റെ ചാനലിൻ്റെ പേര് ഒരിക്കൽ കൂടി ഷെല്ലി MF.